പ്രിയമുള്ളവരെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രത്യേകമായ അഭിഷേകം ഈ നിമിഷം ശക്തമായിട്ട് ഉണ്ടാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഓൾറെഡി ഉണ്ട്. എനിക്ക് വേണ്ടിയും നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഈ നിമിഷം ഒന്ന് കോട്ട കെട്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന ഒന്നുകിൽ നിങ്ങൾ ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക, അത് മൈക്ക് ഓൺ ചെയ്തോ അല്ലാതെയോ നിങ്ങൾ ഏറ്റു ചൊല്ലണം. ഞാൻ എടുക്കാൻ പോകുന്ന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഷയമാണ്, എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണത്. അതുകൊണ്ട് അത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ദൈവമക്കളുടെ ഹൃദയങ്ങളിലേക്ക് ആഴമായിട്ട് ഇറങ്ങുന്നതിനും അതനുസരിച്ച് നമ്മുടെ ഈ ലോകത്തിലുള്ള ശുശ്രൂഷ, വളരെ പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള ശുശ്രൂഷ നടത്തുന്നതിനും ഉത്തരവാദിത്വത്തോടെ നടത്തുന്നതിനും അതുവഴിയായിട്ട് പരിശുദ്ധ ത്രിത്വം മഹത്വപ്പെടുന്നതിനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ശക്തമായിട്ട് നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിച്ച ശേഷം നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അത് ഏറ്റു ചൊല്ലുക. ഈശോയുടെ മരണക്കട്ടിലാകുന്ന കുരിശ് ഞങ്ങളുടെ 4 അതിർത്തികളിന്മേൽ നാട്ടി മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് കോടാനുകോടി മാലാഖമാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തികളോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാത്ത വിധം അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഈ കൂട്ടായ്മയ്ക്കും അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാനിതാ വിശ്രമിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ പൊതിഞ്ഞ് ഞങ്ങളെ സൂക്ഷിക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, മാതൃകരം എന്ന പോലെ ഞങ്ങളെ നയിച്ചാലും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോ കർത്താവേ, കൂടാരത്തിന്മേൽ ഇറങ്ങി നിന്ന് ദൈവശക്തി കൂട്ടായ്മ ദൈവം മക്കളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ ദൂതർമേൽ ഇറങ്ങട്ടെ, ശുശ്രൂഷകളുടെ മേൽ ഇറങ്ങി വരട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. യേശുവേ നന്ദി. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും കുടുംബങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സംരക്ഷണവും നമ്മൾക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഡിവൈന മിസ്രിക്കോദിയ വാരിയേഴ്സ് വേർഡ് ഓഫ് ഗോഡ് വാരിയേഴ്സ് ഗ്രൂപ്പിന്റെ എല്ലാ അംഗങ്ങൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ കൊറോണ കാലം
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു നവീകരണ കാലമാണ്. അത് പ്രഥമമായും കുടുംബങ്ങളുടെ നവീകരണമാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് മുഴുവൻ ഒരു ആത്മ പരിശോധനയും ആത്മവിമർശനവുമാണ്. ആത്മപരിശോധന ഇതാണ്: എന്റെ കുടുംബം കഴിഞ്ഞ 6 മാസങ്ങളായി നവീകരിക്കപ്പെട്ടോ? ഞാൻ എന്റെ കുടുംബത്തിന്റെ ആത്മസ്ഥിതിയുടെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്റെ കുടുംബത്തിന്റെ ആത്മനവീകരണം? കുടുംബം എന്ന പദം ഞാൻ ഉപയോഗിക്കുമ്പോൾ വ്യക്തിപരമായ നവീകരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ഒരുപക്ഷെ കാരണവന്മാരുണ്ടായിരിക്കാം, വല്യപ്പനുണ്ടാവാം, വല്യമ്മയുണ്ടാവാം, മറ്റു ബന്ധുക്കളുണ്ടാവാം. എല്ലാവരുടെയും ആത്മസ്ഥിതിയുടെ പൊതു കണക്കാണ് ഞാനിവിടെ ദൈവ തിരുമുൻപിൽ നമ്മൾ കണക്ക് കൊടുക്കുമ്പോൾ, കണക്ക് ബോധിപ്പിക്കുമ്പോൾ എന്റെ ആത്മസ്ഥിതിയുടെ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ ആത്മസ്ഥിതിയുടെ ഗ്രാഫ് എടുത്തു നോക്കുമ്പോ അത് മുകളിലേക്കാണോ താഴേക്കാണോ അതോ സ്റ്റാറ്റസ് ക്വോ, നേരെ ഒരു നേർരേഖയാണോ? സ്വയം ഒന്ന് ആത്മവിശകലനം നടത്തേണ്ട സമയമാണിത്. ഞാനിപ്പോ കേറിയിരിക്കുന്നത് സൂമിലാണ്. സൂമില് പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഒട്ടുമിക്കതും സ്ത്രീകളാണ്. ഞാൻ അവരെ ഒന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുകയാണ് ഭക്ത സ്ത്രീകൾ. കൂടുതൽ പേരും വിവാഹിതരായിരിക്കും, ഉത്തരവാദിത്വമുള്ള ഭാര്യമാരും അമ്മമാരുമായിരിക്കും. ജീവിതത്തെ ഒട്ടൊക്കെ കണ്ട് അനുഭവിച്ച് എന്താണ് ജീവിതം എന്ന് മനസ്സിലാക്കിയവരായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവ തിരുമുൻപിൽ നല്ല ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരുമായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള അമ്മമാരെ, എന്നെ ശ്രവിക്കുന്ന അപ്പച്ചന്മാരെ, പ്രാർത്ഥനയില്ലാതെ ഇനി നമുക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല ഈ ലോകത്തിൽ. അതൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അതിൽ സ്ത്രീകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പുരുഷന്മാർക്ക് ഒട്ടും പങ്കില്ല എന്നുള്ളതല്ല. ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തം കേന്ദ്രം എന്ന് പറയുന്നത് സ്ത്രീയാണ്. അധികാരി പുരുഷനാണെങ്കിലും ആ പ്രാർത്ഥനയുടെ സമയക്രമം പാലിക്കുന്നത്, ആ പ്രാർത്ഥനയെ കൊണ്ടുപോകുന്നത്, ആ പ്രാർത്ഥനയുടെ കൃപയുടെ വഴിയൊരുക്കുന്നത് ആഫ്റ്റർ ദ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് our ലേഡി മദർ മേരി, ഓരോ കുടുംബത്തിന്റെയും അമ്മയാണ്. ഐശ്വര്യമാണ് അമ്മ, വിളക്കാണ് അമ്മ, പ്രകാശമാണ് അമ്മ. പരിശുദ്ധ അമ്മ നമുക്കറിയാം, 10 ദിവസം പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങി ശിഷ്യന്മാരെ എല്ലാരെയും വിളിച്ചു കൂട്ടി. ഈ അമ്മയാണ് പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ച് ആത്മാവിനെ സിഹിയോൻ ഊട്ടിശാലയിലേക്ക് ഇറക്കിയത്. ഓരോ അമ്മയും ഇത്തരത്തിൽ പ്രാർത്ഥനയുടെ ഒരു മകളായിട്ട് മാറണം, ഒരു അമ്മയായിട്ട് മാറണം, ഒരു ഭാര്യയായിട്ട് മാറണം, ഒരു സ്ത്രീയായിട്ട് മാറണം. പുരുഷന്മാർക്ക് അവിടെ സ്ഥാനമില്ല എന്നുള്ളതല്ല. അതിനെക്കുറിച്ച് ഞാൻ എന്റെ ടോക്കിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നതാണ്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്: നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. നവീകരണത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. സഭ നവീകരിക്കപ്പെടണമെങ്കിൽ കുടുംബങ്ങൾ നവീകരിക്കണം. എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ കൂട്ടായ്മയിൽ വന്ന് വചനം പങ്കുവെച്ച് പ്രാർത്ഥിക്കുമ്പോ, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഉണ്ടാവുന്നു, ഒത്തിരിയേറെ ജീവിത പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ അതുകൊണ്ടായില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അതുകൊണ്ടായില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ വളരെ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. എന്റെ കുടുംബത്തിന്റെ ആത്മസ്ഥിതിയുടെ ഗ്രാഫ് എങ്ങോട്ട് പോകുന്നു? എന്റെ ആത്മസ്ഥിതിയുടെ ഗ്രാഫ് അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുക. എന്റെ കുടുംബത്തിന്റെ ആകത്തുകയായ ആത്മസ്ഥിതിയുടെ ഗ്രാഫ് എങ്ങോട്ട് പോകുന്നു? മുകളിലേക്ക് ചെല്ലുമ്പോൾ അപ്പനോടും അമ്മയോടും ദൈവം കണക്ക് ചോദിക്കുമ്പോൾ, വളരെ പ്രത്യേകമായി ഇനി ഞാൻ പറയാൻ പോകുന്ന വചനം അല്ലെങ്കിൽ വാക്യം അല്ലെങ്കിൽ വാക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ചങ്കത്ത് കൊള്ളും.
എന്റെ മകളുടെ ആത്മസ്ഥിതിയുടെ ഗ്രാഫ് എങ്ങോട്ട് പോകുന്നു? പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ സന്തോഷത്തോടുകൂടി വൈകുന്നേരം പ്രാർത്ഥനാ മുറിയിലേക്ക്, തിരുഹൃദയത്തിന്റെ ചുവട്ടിലേക്ക്, തിരുക്കുരിശിന്റെ ചുവട്ടിലേക്ക് വരാനുള്ള ആന്തരിക സ്വാതന്ത്ര്യം എന്റെ മകൾക്കുണ്ടോ, എന്റെ മകനുണ്ടോ? നിയതമായി കൽപ്പിച്ചിട്ടുള്ള സമയങ്ങളൊക്കെ മാറ്റിവെച്ച് വൈകുന്നേരം 7 മണി എന്നൊരു സമയമുള്ളപ്പോൾ എന്റെ മകന്, എന്റെ മകൾക്ക്, എന്റെ കുഞ്ഞിന്, എന്റെ ഭർത്താവിന് തിരുഹൃദയ ചുവട്ടിലേക്ക്, തിരുക്കുരിശിൻ ചുവട്ടിലേക്ക്, പരിശുദ്ധ അമ്മയുടെ സവിധത്തിലേക്ക് വരാനുള്ള ആന്തരിക സ്വാതന്ത്ര്യമുണ്ടോ? പല അമ്മമാരും ഇപ്പോൾ വിങ്ങുന്നുണ്ടാവും, പല അപ്പച്ചന്മാരും വിങ്ങുന്നുണ്ടാവും. ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്. പല മക്കളും ഇപ്പോൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്റർനെറ്റ് പോലുള്ള മാധ്യമങ്ങളിലൂടെയുള്ള, യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിലൂടെയുള്ള മറ്റു പല ടോക്കുകളും കേട്ടിട്ട് 5-6 മാസമായി ഞങ്ങൾ പള്ളിയിൽ പോയിട്ടില്ല, ഞങ്ങൾ കുമ്പസാരിച്ചിട്ടില്ല, ഞങ്ങൾ കുർബാനയിൽ പോയിട്ടില്ല, ഞങ്ങൾക്ക് എന്ത് കുഴപ്പം വന്നു? അവസാന നാളുകളിൽ അധകാര ശക്തികൾ പല വിധത്തിൽ സഭയെ പ്രലോഭിപ്പിക്കുകയും പല വിധത്തിൽ സഭയെ പരീക്ഷിക്കുകയും ചെയ്യുന്ന കാലങ്ങളാണ്. ഇന്നത്തെ ലത്തീൻ കുർബാനയിലെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, എന്റെ കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്ന്. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈശോയുടെ കൂടെ അല്ല എങ്കിൽ ഈശോയ്ക്കെതിരാകുന്നു, അറിഞ്ഞോ അറിയാതെയോ എതിരാകുന്നുണ്ടെങ്കിൽ നാമും അതിനുത്തരവാദികളാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥനാ കൂട്ടായ്മ വന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിലും കുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ സംവിധാനം താറുമാറായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വരുന്നുവെങ്കിൽ പരോക്ഷമായി നീ അതിന് ഉത്തരവാദിയാണ്. കാരണം കുടുംബം ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ്. ആ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ് നീയും. കുടുംബം സഭയുടെ മൗതിക ശരീരമാണ്. ആ ശരീരത്തിന്റെ ഭാഗമാണ് നീ. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം, സഹനമെടുത്ത് പ്രാർത്ഥിക്കണം, സംവിധാനം ചെയ്ത് പ്രാർത്ഥിക്കണം. എന്തിനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത്? ശാസ്ത്രീയമായ രീതിയിൽ സംവിധാനം ചെയ്ത് ഒരുക്കത്തോടുകൂടി കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയുള്ള ചില ഒരുക്കങ്ങളാണ് ഇന്ന് ഞാൻ ഈ ഒരു മണിക്കൂറിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. എങ്ങനെയാണ് ഒരുങ്ങി പ്രാർത്ഥിക്കേണ്ടത്? പ്രിയമുള്ളവരെ, അശുദ്ധിയാണെങ്കിലും വിശുദ്ധിയാണെങ്കിലും പകരപ്പെടുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. അശുദ്ധിയാണെങ്കിലും വിശുദ്ധിയാണെങ്കിലും പകരപ്പെടുന്നതാണ്. ഞാൻ എല്ലാ ടോക്കുകളിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. എന്റെ ഉള്ളിൽ അശുദ്ധിയുണ്ടോ വിശുദ്ധിയുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ വ്യക്തമായ ജീവിത അവലോകനം ദൈവത്തിന് മുമ്പിൽ ഞാൻ നടത്തണം. ഞാൻ ഇങ്ങനെ ഈ ടോക്കിന് തൊട്ട് മുമ്പ് ആലോചിക്കുകയായിരുന്നു. പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കാരോടും ഒരു വെറുപ്പുമില്ല, ഒരു വിഷമവും ഇല്ല, ഒരു സങ്കടവുമില്ല. നിശബ്ദമായി കുരിശിന്റെ ചുവട്ടിലിരുന്ന് സ്വന്തം ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്യുക. നിശബ്ദമായി കുരിശിന്റെ ചുവട്ടിലിരുന്ന് കഴിഞ്ഞ ഒരു 5 മാസത്തിലൂടെ എന്റെ കൺമുൻപിലൂടെ, എന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഓരോ വ്യക്തിയെയും എടുത്ത് ദൈവത്തിനു മുമ്പിൽ ഒന്ന് സമർപ്പിച്ചു നോക്കുക. ആ വ്യക്തിയുമായി എന്റെ സംഭാഷണങ്ങൾ, എന്റെ ഇടപെടലുകൾ ഒന്ന് ഓർത്തു നോക്കുക. ഞാൻ മുറിവേൽപ്പിച്ചത് ഒരുപക്ഷെ ഒരു ചെറിയ വാക്കുകൊണ്ട് പോലുമായിരിക്കാം. ഒന്ന് ഓർത്തെടുത്തു നോക്കുക. എത്രയോ പേരോട് എനിക്ക് ചെറിയ തരത്തിലെങ്കിലും അമർഷം, ദുഃഖം, സങ്കടം, ദൈവപ്രീതിക്ക് നിരക്കാത്ത വികാരങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഏറ്റവും വലിയ അറിവ് സ്വയമുള്ള അറിവാണല്ലോ. ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ അത് തിരുത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവ തിരുമുൻപിൽ പൂർണ്ണമായിട്ടും നിന്റെ പ്രാർത്ഥന സ്വീകാര്യമാവുക. പലർക്കുമുള്ള ഒരു സംശയമാണ്, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ. ദൈവത്തിന്റെ പൂർണ്ണമായും എത്തിയാലേ ദൈവത്തിന് കേൾക്കാൻ പറ്റൂ. അതിനെക്കുറിച്ചുള്ള വചനങ്ങളാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക.
ജീവിതത്തിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥന ചെയ്യുമ്പോഴും സമൂഹ പ്രാർത്ഥന ചെയ്യുമ്പോഴും ആദ്യമായി നമുക്കുണ്ടാവേണ്ട ഒരു കൃപയാണ് വിശ്വാസം. എന്താണ് വിശ്വാസം എന്നുള്ളത് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് വചനം പറയുന്നു, മർക്കോസ് 11:23, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് അവന് സാധിച്ചു കിട്ടും. ഹല്ലേലൂയ. അതാണ് വിശ്വാസം. നമ്മൾ കേട്ടിട്ടുണ്ട്, മഴ പെയ്യാനായി പ്രാർത്ഥിക്കാൻ പോകുന്ന കുട്ടി കുടൈമിട്ടുകൊണ്ട് പോകുന്ന കാഴ്ച. അതാണ് വിശ്വാസം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം അധ്യായം 6 വാക്യം 12 രാത്രി മുഴുവൻ ഈശോ പ്രാർത്ഥനയിലായിരുന്നു എന്ന് പറയുന്നു. അത് വളരെ ആഴത്തിലുള്ള വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയാണ്. ആ വിശ്വാസത്തിലുള്ള രാത്രി മുഴുവനുമുള്ള പ്രാർത്ഥന ശക്തി മൂലമാണ് ഈശോയ്ക്ക് വളരെ സ്വതസിദ്ധമായി, വളരെ അറ്റ് ഈസായി, വളരെ ആയാസരഹിതമായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചത്. പകല് മുഴുവൻ ഈശോ ശുശ്രൂഷയിലായിരുന്നു ഒട്ടുമിക്ക ദിവസങ്ങളിലും. പക്ഷെ ഈശോ തളർന്നില്ല. പിന്നീട് രാത്രിയിലും ഈശോ പ്രാർത്ഥനയിലായിരുന്നു. ഏതാനും മണിക്കൂർ മാത്രമായിരുന്നു ഒരുപക്ഷെ ഈശോയ്ക്ക് ഉറങ്ങേണ്ടി വന്നിരുന്നത്. അത്രയ്ക്ക് ഊർജം ഈശോയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അത് പിതാവിലുള്ള വിശ്വാസത്തിന്റെ ആഴപ്പെടലിലൂടെയായിരുന്നു. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക? ലഭിച്ചിരിക്കുന്ന പാരമ്പര്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്നത് മാത്രമല്ല, ലഭിച്ചു കഴിഞ്ഞു, ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം അതെനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതെന്താണ്? ഒരു ഉദാഹരണം നമ്മൾ വളരെ സിമ്പിളായിട്ട്, നടുവേദന മാറണമേ എന്ന് ആഗ്രഹമുണ്ട് വർഷങ്ങളായിട്ട്. പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എനിക്ക് നടുവേദനയാണ്, എനിക്ക് ഭയങ്കര വേദനയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത് മാറ്റണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ദാറ്റ് ഈസ് എ നെഗറ്റീവ് ടോൺ. അതൊരു ഋണാത്മകമായിട്ടുള്ള പ്രാർത്ഥനയാണ്. എനിക്കില്ലേ, മാറ്റണേ, എനിക്ക് വയ്യേ എന്നുള്ള തരത്തിൽ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ, എന്റെ ദൈവമേ, നീ എന്റെ നടുവേദന എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിലേക്കുള്ള കൃപയിൽ കർത്താവേ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ എന്നിൽ വന്നു എന്നുള്ള വിശ്വാസത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. തീഷ്ണതയോടുകൂടി ഈശോ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തിൽ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള തരത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന. അത് വലിയൊരു വിശ്വാസത്തിന്റെ മേഖലയാണ്. ഈ ഒരു വിശ്വാസം കൂടുതലായിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിരിക്കുന്നത് അക്രൈസ്തവരിൽ നിന്നാണ്. ഹിന്ദു മുസ്ലിം സഹോദരങ്ങളിലുള്ള ദൈവത്തിൽ, പ്രത്യേകിച്ച് പുത്രനായ യേശുക്രിസ്തുവിൽ അവരർപ്പിക്കുന്ന വിശ്വാസവും ചൈതന്യവും ഞാൻ തന്നെ അന്താളിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിൽ അവര് ക്രിസ്തുവിന് വേണ്ടി അവരുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ സാക്ഷ്യം നൽകുന്ന കാഴ്ചകൾ. ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള, ക്രിസ്തുവിന്, യേശു ക്രിസ്തുവിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും, ഞാൻ ചോദിക്കുന്ന കാര്യം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള വലിയ തീഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥന ഈശോയ്ക്ക് ആ വിശ്വാസത്തിൽ ചെയ്യേണ്ട കാര്യം നിവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളും രോഗശാന്തികളും ഒന്നും അത്ഭുതങ്ങളല്ല. എന്താണത്? ഇറ്റ് ഈസ് ആൻ ഇന്റർസെക്ഷൻ ഓഫ് ദ ഡിവൈൻ ഗ്രേസ് ഇൻ ടു ദ ഹ്യൂമൻ റെയിം. അത് അത്ഭുതമല്ല, അത് സാധാരണ നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. എന്താണ്? ലൗകികമായ ജീവിത മണ്ഡലങ്ങളിലേക്ക് സ്വർഗത്തിന്റെ ദൈവികത അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പ്രഭ അല്ലെങ്കിൽ വചനത്തിന്റെ പ്രകാശം ഇന്റർസെക്സ്, കുത്തിക്കയറുന്ന പ്രതീതി, കുത്തിക്കയറുന്ന അനുഭവമാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഈ അത്ഭുതം നടക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ ആഴമുണ്ടാവണം. നടന്നു വിശ്വസിക്കണം, ശക്തമായിട്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ.
ഈ ഒരു വിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ വേണം ദൈവമക്കൾ പ്രാർത്ഥിക്കാനെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈശോയും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ദിവസം ദൈവമേ, ഞാൻ തൊടുന്ന മക്കൾക്ക് സൗഖ്യം നീ ഓൾറെഡി തന്നു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിതാവേ എന്ന തരത്തിലായിരുന്നു ഈശോ ശക്തമായി പ്രാർത്ഥിച്ചിരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, ദൈവഹിതമായ കാര്യം വേണം പ്രാർത്ഥിക്കുവാൻ. പരിശുദ്ധാത്മാവിന്റെ വിവേചന വരം നിന്റെ പ്രാർത്ഥനയിൽ നീ ഉപയോഗിക്കണം. എനിക്ക് 10 കോടി രൂപ ലോട്ടറി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് നടക്കില്ല. കാരണം എന്താണ്? അത് ദൈവഹിതമാണോ എന്ന് നീ വിവേചിച്ചറിയണം. ഈശോയുടെ ഇഷ്ടം വേണം നീ പ്രാർത്ഥിക്കുവാനായിട്ട്. ദൈവഹിതമായ കാര്യം പ്രാർത്ഥിക്കണം. ആയിരിക്കുന്ന അവസ്ഥ പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്, ആയിത്തീരേണ്ട അവസ്ഥ പറഞ്ഞാണ്. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയ ദൈവമക്കളെ. പ്രത്യേകിച്ച് ജീവിതം കുറെ കണ്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരും ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ രണ്ടാമതായിട്ട് സൂചിപ്പിക്കുക. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്തൊക്കെ പരിശുദ്ധ കുമ്പസാരം നമുക്ക് അത്ര എളുപ്പത്തിൽ സാധിക്കാത്ത മേഖലകളുണ്ട്. അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവത്തോടുകൂടി എടുക്കണം. അങ്ങനെയുള്ള അവസരത്തിൽ മാത്രമല്ല, ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടുകൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മൃദുല മനസാക്ഷി. വിശുദ്ധരെല്ലാവരും തന്നെ ദൈവകൃപയിൽ മൃദുല മനസാക്ഷിക്ക് ഉടമയായിരുന്നു. മൃദുല മനസാക്ഷി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, ചെറിയൊരു പാപം ചെയ്താൽ ഹൃദയം വേദനിക്കും. എനിക്ക് മാപ്പ് പറയാതെ, ക്ഷമ ചോദിക്കാതെ, ഈശോയുടെ പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കാതെ എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. കരച്ചിൽ വരുന്നു, സങ്കടം വരുന്നു, അസ്വസ്ഥത വരുന്നു. ഈ മൃദുല മനസാക്ഷി ഏറ്റവും നല്ല ഒരു കൃപയാണ്. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായ്ക്കുണ്ടായിരുന്ന വലിയൊരു കൃപയായിരുന്നു ഈ മൃദുല മനസാക്ഷി. ഒരു കുഞ്ഞു തെറ്റ് ചെയ്താൽ, ഒരു പാഴ്വാക്ക് പറഞ്ഞു പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഹൃദയത്തിൽ വലിയ ഭാരം. ലോകത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ്, അവൻ പാവമാണ്, അവനൊരു വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ലോകം കളിയാക്കും. പക്ഷെ ദൈവത്തിന് മുൻപിൽ അത് വലിയ കൃപയാണ്. കുഞ്ഞുങ്ങളെപ്പോലെ ആയിരിക്കുന്നവർക്കാണ് സ്വർഗരാജ്യം. ഈശോ ഉദ്ദേശിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലെ, ചൈൽഡ് ലൈക്ക് എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ രണ്ടാമത്തെ, ഞാൻ ഈ പറയുമ്പോൾ വീട്ടുകളിൽ ഇരിക്കുന്ന അമ്മമാര്, അപ്പച്ചന്മാര്, കുഞ്ഞുങ്ങളാണെങ്കിൽ പേപ്പറും പേനായും എടുത്ത് നോട്ട് എഴുതുന്നത് നല്ലതായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ആദ്യത്തേത് വിശ്വസിച്ചു വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. രണ്ടാമത്തേത് ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ഉം 25-ഉം. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:15 വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. വെറുപ്പ് ദൈവിക ജീവനിൽ നിന്ന് നമ്മെ അകറ്റുന്നു. നമ്മൾ ഒരാളോടൊരു വെറുപ്പ്, ജന്മനാ വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റത്തില്ല. കുറ്റം അയാളുടെ കയ്യിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് പൊറുക്കാൻ പറ്റുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മനഃശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുരുഷന്മാര് ക്ഷമിക്കത്തില്ല, പക്ഷെ മറന്നുപോകും. എന്നാൽ സ്ത്രീകൾ എല്ലാം ക്ഷമിക്കും, പക്ഷെ മറക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഈ മറക്കത്തില്ലാത്ത അവസ്ഥ ക്ഷമിക്കത്തില്ലാത്ത അവസ്ഥ തന്നെയാണ്. മനുഷ്യനായതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പറ്റത്തില്ല. പക്ഷെ മറക്കുന്നില്ലെങ്കിലും ഓർക്കുമ്പോൾ മുറിവുണ്ടാകാതിരിക്കാൻ, ഓർക്കുമ്പോൾ വേദന ഉണ്ടാകാതിരിക്കാനുള്ള തരത്തിലുള്ള സൗഖ്യം, ഹൃദയ സൗഖ്യം, ദ ഹീലിംഗ് ടച്ച്, അത് കിട്ടിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അത് കിട്ടിയില്ലെങ്കിൽ മുട്ടിപ്പായിട്ട് ത്യാഗമെടുത്ത് ആ മുറിവ് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം കുടുംബ പ്രാർത്ഥന, ജീവിതത്തിലെ പ്രാർത്ഥന നീ ചെയ്യാൻ. 1 യോഹന്നാൻ 3:15 പറയുന്നു, വെറുപ്പ് ദൈവിക ജീവനിൽ നിന്ന് നമ്മെ അകറ്റുന്നു.
സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കുറ്റം അവന്റേതാണെങ്കിലും നീ സഹോദരനെ വെറുക്കാൻ പാടില്ല. കാരണം അതൊരു മനുഷ്യജീവനാണ്. ഗ്രഹാം സ്റ്റെയിനെ ഓർക്കുക, റാണി മരിയെ ഓർക്കുക. നീ അവനാണ് കുറ്റം ചെയ്തതെങ്കിലും അവനെ നീ വെറുക്കാൻ പാടില്ല. കാരണം അതൊരു ആത്മാവാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. സങ്കീർത്തനം 139:21 സ്നേഹിക്കാൻ, ദാവീദിനെ പോലെ സ്നേഹിക്കാനാണ് ദൈവം പഠിപ്പിച്ചത്. ദാവീദ് പറയുന്നു, കർത്താവേ, അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നു, അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകലുന്നവരെ, പഴയ ലാംഗ്വേജ് ആണെങ്കിലും അവരോട് നമുക്കൊരു വെറുപ്പ് മനസ്സിൽ വേണ്ട, അവരോട് അകച്ചു പാലിക്കാം. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ചിലർക്ക് ചില സംശയങ്ങൾ ഉണ്ടാവാം. ചില വ്യക്തികൾ ഭയങ്കര തിന്മയുടെ കൂടാണ്, അവരെ വെറുക്കണ്ടേ? നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ദൈവത്തിന്റെ തിരുമുൻപിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് സംസാരിക്കണ്ട, പക്ഷെ അവരെ വെറുക്കണ്ട. വെറുക്കുക എന്ന് പറഞ്ഞാൽ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരോട് ശത്രുതയും ഇൻടോളറൻസ്, അക്ഷമയും കാണിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. അവരോട് സംസാരിക്കേണ്ട കാര്യമില്ല. ചിലരോട് ദൈവം പറയും, ഇന്ന വ്യക്തിയോട് സംസാരിക്കേണ്ട, കാരണം ആ സംസാരിച്ചാൽ അവരുടെ ഉള്ളിലുള്ള തിന്മ നിന്നിലേക്ക് കയറും. ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുള്ള വ്യക്തികളോട് സംസാരിക്കണ്ട, പക്ഷെ ഉള്ളിൽ വെറുപ്പുണ്ടാകാതിരിക്കണം. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുക. എന്താണ് ക്ഷമ? എന്താണ് ക്ഷമ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം അല്ലെങ്കിൽ ആഴം? ക്ഷമിക്കുക എന്ന് പറയുന്നത് നാവിൻ തുമ്പിൽ നടക്കേണ്ട പ്രവർത്തനമല്ല, അല്ലെങ്കിൽ ഒരു പ്രക്രിയ അല്ല, മറിച്ച് ആത്മാവിൽ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. നിനക്ക് ആരോടാണോ വേദനയുള്ളത് ആ വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയാനുള്ള പ്രാർത്ഥനയാണ് ക്ഷമയുടെ ആദ്യപടി. എന്നെ വ്യക്തമായിട്ട് കേൾക്കുക. നിനക്ക് ആരോടാണോ വേദനയുള്ളത്, അല്ലെങ്കിൽ ആർക്കാണോ നിന്നോട് വേദനയുള്ളത്, നീ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കാനുള്ള പ്രാർത്ഥനയാണ് ക്ഷമയുടെ ആദ്യത്തെ പടി. വെറുതെ പോയി സോറി പറയുന്നതല്ല പ്രിയ ദൈവജനമേ ക്ഷമ എന്ന് പറയുന്നത്, മറിച്ച് ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും വേണ്ടി ഹൃദയപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, വിവേചന ശക്തി കൊടുക്കണമേ, പാപവും പുണ്യവും തിരിച്ചറിയാനുള്ള കൃപ നൽകണമേ, വിശുദ്ധി നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ക്ഷമയുടെ ആദ്യത്തെ പടി. അത് ആത്മാർത്ഥമായിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്റെ ഉള്ളിലും ആ വ്യക്തിയുടെ ഉള്ളിലും ദൈവാത്മാവ്, ഒരേ ആത്മാവ് പ്രവർത്തിക്കും. ഈ ഒരേ ആത്മാവ് പ്രവർത്തിച്ചു കഴിഞ്ഞാണ് എനിക്ക് ആ വ്യക്തിയോട് ആത്മസ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കാൻ പറ്റുക. നമ്മുടെ കുടുംബത്തിൽ ഒരേ ആത്മാവ് അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? ആശയക്കുഴപ്പത്തിന്റെ ആത്മാവ്. അപ്പൻ ഒരു കാര്യം പറയും, മക്കൾ വേറൊന്ന് പറയും, ഭാര്യ വേറൊന്ന് പറയും, അമ്മ അല്ലെങ്കിൽ വേറൊന്ന് പറയും. 4 പേരുണ്ട്, 5 അഭിപ്രായമാവും. ആശയക്കുഴപ്പത്തിന്റെ ദുരാത്മാവ് വരുന്ന അവസ്ഥകൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ക്ഷമയുടെ മേഖല എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. എന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്, എന്നോട് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള ആളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ഒരേ ആത്മാവാകുന്ന അവസ്ഥയാണ് ഞാൻ ക്ഷമിച്ചു എന്നുള്ള അവസ്ഥ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. സുവിശേഷത്തിൽ നമ്മളത് മനോഹരമായിട്ട് കാണുന്നത് ഹെറോദോസിന്റെ മുൻപില്, പീലാത്തോസിന്റെ മുൻപില്, കയ്യഫസിന്റെ മുൻപിൽ നിൽക്കുന്ന ഈശോയുടെ അടുത്താണ്. ഈശോ ആദ്യം ഗെത്സെമനിൽ നിന്ന് പീലാത്തോസിന്റെ അടുത്തേക്ക് പോകുമ്പോ പീലാത്തോസ് പറയും, ഞാൻ കൈ കഴുകി, ഹെറോദോസിന്റെ അടുത്തേക്ക് വിട്ടോളൂ. ഹെറോദോസിന്റെ അടുത്തേക്ക് വിടുമ്പോൾ ഹെറോദോസ് പറയുന്നു, ഇല്ല, പീലാത്തോസിന്റെ അടുത്ത്. തുടക്കത്തിൽ ഹെറോദോസും പീലാത്തോസും ബദ്ധ ശത്രുക്കളായിരുന്നു. റോമൻ പൊളിറ്റിക്സ് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും, റോമൻ ചരിത്രം മനസ്സിലാക്കിയാൽ നമുക്കറിയാം. അവർ ബദ്ധ ശത്രുക്കളായിരുന്നു.
ഈശോ രാത്രി പലതവണ ഹെറോദോസിന്റെയും പീലാത്തോസിന്റെയും അടുത്തേക്ക് ഷട്ടിൽ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈശോയെ ഒരു നീചൻ, ഒരു കഠിന പാപി എന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ ചെയ്യുന്നുണ്ട്. അവിടെ ആന്തരികമായി സംഭവിച്ചത് എന്താണ്? എന്റെ ഈശോയുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി ആരും അറിയാതെ, ലോകമറിയാതെ ആത്മാവിൽ ആ പരിശുദ്ധാത്മ ശക്തി പീലാത്തോസിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. പകരപ്പെടുന്ന ആത്മാവ്, ആത്മസ്നാനത്തിന്റെ ആത്മാവ്, അതേ ശക്തി ഈശോ വഹിച്ചുകൊണ്ട് ഹെറോദോസിന്റെ അടുത്തേക്കും കൊണ്ടുപോയി പകരുന്നുണ്ട്. പിന്നീട് വചനം പറയുന്നു, അവർ മിത്രങ്ങളായി മാറിയെന്ന്. ഈശോയുടെ സാമീപ്യം, ആത്മാവ് നിറഞ്ഞ ഈശോയുടെ സാമീപ്യം ഹെറോദോസിനെയും പീലാത്തോസിനെയും ക്ഷമയുടെ പാഠം പഠിപ്പിച്ചുകൊണ്ട്, സൗഖ്യം നൽകിക്കൊണ്ട്, ആത്മാവ് നിറഞ്ഞവരായി ഒരേ ആത്മാവിൽ മിത്രങ്ങളാക്കി മാറ്റുന്ന വലിയൊരു ആന്തരിക അത്ഭുതം അവിടെ സംഭവിച്ചു. ഇതല്ലേ യഥാർത്ഥത്തിലുള്ള അത്ഭുതം, ഇതല്ലേ യഥാർത്ഥത്തിലുള്ള പരിവർത്തനം, ഇതല്ലേ യഥാർത്ഥത്തിലുള്ള ക്ഷമയുടെ പാഠം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആദ്യം സംഭവിക്കേണ്ടത് ഇതാണ്. ഇതിനേറ്റവും പ്രധാനപ്പെട്ടത് അപ്പച്ചനും അമ്മച്ചിയും, ഭർത്താവും ഭാര്യയും, അമ്മയും അച്ഛനും എല്ലാവരും ഈ ഒരു ക്ഷമയുടെ ആന്തരിക ഭാവം, പരിശുദ്ധാത്മാവ്, ഒരേ ആത്മാവ് നിറഞ്ഞുകൊണ്ടുള്ള നിസ്വാർത്ഥമായ ക്ഷമയുടെ ആന്തരിക ഭാവം നിറയ്ക്കുക എന്നുള്ളതാണ്. അതിലൂടെ ഞാൻ കുറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ ദൈവം ഭരിക്കുന്ന ഒരു കുടുംബമായി, ക്ഷമയുടെ ഒരു കുടുംബമായി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് അവിടെ സമാധാനം ഉണ്ടാകുന്നത്. എഫെസോസ് 2:14 ഈശോയാണ് സമാധാനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ പ്രാർത്ഥനയും ഈശോയുടേത് പിന്നീടുള്ളത് ക്ഷമയുടെ പ്രാർത്ഥനയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 23:34 പിതാവേ അവരോട് ക്ഷമിക്കണമേ. ഈ പറയുന്ന സമയത്ത് തന്നെ അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്ഷമയുടെ കതിര് കൊണ്ട് കൊടുക്കുന്നു. അവർ ചെയ്യുന്നത് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്. ഇതേ പ്രാർത്ഥനയാണ് വിശുദ്ധ സ്റ്റീഫൻ അപ്പോസ്തല പ്രവർത്തനം 7:54 പറയുന്നുണ്ട്, കർത്താവേ ഈ കുറ്റം നീ അവരുടെ മേൽ ആരോപിക്കരുതേ. ക്ഷമയുടെ കതിരാണത്. സമയത്തിന്റെ കുറവ് മൂലം ഞാൻ മുമ്പോട്ട് പോവുകയാണ്. മൂന്നാമത്തേത് നീതി പ്രവർത്തിച്ചിട്ട് വേണം നീ പ്രാർത്ഥിക്കാൻ. നീതി പ്രവർത്തിച്ചിട്ട് വേണം നീ പ്രാർത്ഥിക്കുവാൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. നീതിയും കരുണയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെല്ലാം കരുണയുടെ മക്കളാണ്, ഈശോയുടെ കരുണയുടെ മക്കളാണ്. എന്താണ് കരുണയും നീതിയും തമ്മിലുള്ള വ്യത്യാസം? കരുണ നമുക്ക് അർഹിക്കാത്തതാണ്. ദൈവത്തിന്റെ മഹാസമ്പന്നതയിൽ നിന്ന് ദൈവം വളരെ ഫ്രീ ആയിട്ട് ഉദാരമായി നമുക്ക് നൽകുന്ന കരുണ. നമ്മൾ പാപികളാണ്, നമുക്ക് അർഹതയില്ല. ആ ദൈവത്തിന്റെ പ്രസാദവരം നമ്മൾ സ്വീകരിക്കുന്നത് അതിനെ കരുണ എന്ന് പറയും, ദൈവത്തിന്റെ കരുണ. എന്നാൽ നീതി അതല്ല. നീതി എന്നത് അവകാശപ്പെട്ടത് ലഭിക്കുന്നതാണ് നീതി. നമ്മൾ സെക്രട്ടേറിയറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, അവകാശങ്ങൾ നേടിയെടുക്കാൻ പോരാടുന്നവര്. അവർക്ക് കൊണ്ടുപോയി കരുണയല്ല കൊടുക്കുന്നത്, നീതി തന്നെയാണ്. വിശക്കുന്നവനെ പൂട്ടുന്നത് കരുണയല്ല, അത് അവൻ അവകാശപ്പെട്ടതാണ്, അത് നീതിയാണ്. പ്രിയമുള്ളവരെ, നീതി പ്രവർത്തിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്ന്. ഒരപ്പൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളോടും സ്വന്തം ഭാര്യയോടും ജീവിത പങ്കാളിയോടും നീതി പ്രവർത്തിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാൻ. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം പുരുഷനിൽ നിന്ന് അവൾക്ക് കിട്ടേണ്ടത് കരുതലാണ്. ഒരപ്പൻ അമ്മയെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ മകളെ കരുതിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. വെറുതെ ഒരു ചോദ്യം മതി, എടി നീ ചോറുണ്ടോ, നിനക്ക് സുഖമാണോ, പനിയാണെങ്കിൽ പനി കുറഞ്ഞോ, ഒരു വാക്ക്, ഒരു കരുതൽ, അത് മതി. കൽപ്പാന്ത കാലത്തോളം നിനക്ക് വേണ്ടി പാറസേവ ചെയ്യാൻ നിന്റെ ഭാര്യ, നിന്റെ ജീവിത പങ്കാളി നിന്നോട് കൂടെ ഉണ്ടാവും. ഈ കരുതലിന് ശേഷം വേണം നീ പ്രാർത്ഥിക്കാൻ. നീതി പ്രവർത്തിക്കാതെ പ്രാർത്ഥിച്ചാൽ അത് ദൈവസന്നിധിയിൽ എത്തത്തില്ല. തിരിച്ചും ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം
ഒരു ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മകളെ സംബന്ധിച്ചിടത്തോളം അപ്പന്, പുരുഷന് മകന് കൊടുക്കേണ്ടത് അംഗീകാരമാണ്. പുരുഷനാണ് കുടുംബത്തിന്റെ നട്ടല്. അവന്റെ നട്ടല് വളഞ്ഞാൽ അവനെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അവന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അതാണ് മെയിൽ സൈക്കോളജി, പുരുഷന്റെ മനഃശാസ്ത്രം. സ്ത്രീ അവന് കൊടുക്കേണ്ടത്, അമ്മ അവന് കൊടുക്കേണ്ടത്, മകൾ അവന് കൊടുക്കേണ്ടത്, ഭാര്യ അവന് കൊടുക്കേണ്ടത് അംഗീകാരമാണ്. എന്റെ പുരുഷൻ, എന്റെ ചേട്ടൻ, എന്റെ അപ്പൻ നല്ലവനാണ്, മിടുക്കാണ്, ശക്തനാണ് എന്നുള്ള ഒരു വാക്ക് അതവന്റെ നട്ടെല്ല് നേരെ നിർത്തും. പരസ്യമായിട്ട് സമൂഹത്തില് ഒരു സ്ത്രീ തന്റെ പുരുഷനെ പറ്റി സംസാരിക്കുമ്പോൾ, തന്റെ അപ്പനെ പറ്റി സംസാരിക്കുമ്പോൾ, തന്റെ സഹോദരനെ പറ്റി സംസാരിക്കുമ്പോ അവൻ മിടുക്കനാണ് എന്ന് തന്നെ പറയണം. അല്പാൽപ്പം കുറവുകളുണ്ടെങ്കിലും, അല്പാൽപ്പം ബലഹീനതകളുണ്ടെങ്കിലും അതൊക്കെ അവഗണിച്ചുകൊണ്ട്, അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് എന്റെ അപ്പൻ, എന്റെ ചേട്ടൻ, എന്റെ സഹോദരൻ മിടുക്കനാണ്, നല്ലവനാണ്, ധൈര്യമുള്ളവനാണ്, കൊള്ളാവുന്നവനാണ് എന്ന് പൗരപ്രമുഖരുടെ നടുവിൽ നിന്ന് പറയാനുള്ള ധൈര്യം ഓരോ സ്ത്രീക്കും ഉണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ അംഗീകരിക്കലും, ഈ കരുതലും, ഈ കെയർ കൊടുക്കലും, ഈ റെസ്പെക്റ്റുമാണ് നീതി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീതി പ്രവർത്തിച്ചിട്ട് ഒപ്പം തന്നെ കാരണവന്മാർ അംഗീകരിക്കാനും, കാരണവന്മാർക്ക്, അമ്മച്ചിക്കും അപ്പച്ചനും കരുതൽ കൊടുക്കാനും സാധിച്ചിട്ട് വേണം നീ പ്രാർത്ഥിക്കാൻ. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 21-ാം തിരുവചനം പറയുന്നു, നീതി നിന്റെ മുൻപിൽ ജലം പോലെ ഒഴുകട്ടെ. യെശയ്യാ 58:11 പറയുന്നു, നീതി നിന്റെ പിറകിൽ നിന്നെ മഹത്വപ്പെടുത്തി നിർത്തും. ഈ നീതി പ്രവർത്തിക്കാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവ തിരുമുൻപിൽ നിന്റെ പ്രാർത്ഥന എത്തത്തില്ല. വെറുതെ ഒന്ന് ആത്മവിശകലനം ചെയ്തു നോക്കുക. നീ നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോ, നീ നിന്റെ കുടുംബത്തിൽ നീ മൂലം ആരെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടോ? ആരെങ്കിലും അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടോ? ആരെങ്കിലും തൃപ്തിയില്ലായ്മ അനുഭവിക്കുന്നുണ്ടോ? ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുന്ന ഒരു വൈദികനാണ്. യുവജനങ്ങളുടെ ഇടയിൽ എത്രയോ മക്കൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് കരയുന്നു. ഒരു അംഗീകാരം, ഒരു സ്നേഹം, ഒരു കരുതൽ, ഒരു തടവൽ, ഒരു മുത്തം ലഭിക്കാതെ വേദനിച്ച് സ്നേഹത്തിന് വേണ്ടി പട്ടിണി കിടക്കുന്ന എത്രയോ കുഞ്ഞുമക്കൾ, എത്രയോ യുവജനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, കത്തോലിക്ക ഭവനങ്ങളുണ്ട്. നീതി പ്രവർത്തിച്ചിട്ട് വേണം നീ പ്രാർത്ഥിക്കുവാനായിട്ട്. സ്വയം ഒന്ന് ആത്മവിമർശനം നൽകാം, ആത്മ വിശകലനം നടത്താം, ആത്മപരിശോധന നടത്തി ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കാം. ഞാൻ കുടുംബത്തിൽ തന്നെ ആദ്യമായി നീതി പ്രവർത്തിക്കുന്നുണ്ടോ? നാലാമതായിട്ട് എളിമ എന്ന പുണ്യത്തോടു കൂടി വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുവചനം, നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ചിലർക്ക് വളരെ വളരെ പരിതാപകരമായ മുറിവേറ്റ കഴിഞ്ഞ കാലങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവർ എളിമപ്പെടാൻ സാധിക്കാതെ കഠിന ഹൃദയരായിട്ട്, പരുഷ ഹൃദയരായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. ആ കഴിഞ്ഞ കാലത്തേക്കൊക്കെ ആന്തരിക സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടണം. ഞാൻ ഒന്നുമല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഒരുങ്ങി ആ ചുങ്കക്കാരന്റെ ബോഡി ലാംഗ്വേജ് പുറത്തു നിന്ന് മധുബഹായിലേക്ക് നോക്കാൻ പോലും കഴിയാതെ എന്റെ ദൈവമേ ഞാൻ ഒന്നുമല്ല എന്നുള്ള എളിമപ്പെട്ടുള്ള അവന്റെ ശരീരഭാഷ, അവന്റെ ആത്മീയ ഭാഷയിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, സ്വർഗം സന്തോഷിച്ചു. 2 ദിനവൃത്താന്തം 7:14 ഇങ്ങനെ പറയുന്നു, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പന്നമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിലും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണല്ലോ പ്രിയമുള്ളവരെ. ലൂക്കയുടെ സുവിശേഷം 1:38, ഇതാ കർത്താവിന്റെ ദാസേ. എളിമയുടെ ഏറ്റവും വലിയ മാനമാണല്ലോ ഇത്. കർത്താവിന്റെ ദാസി. അമ്മ എങ്ങനെയോ പുത്രൻ അങ്ങനെ, തള്ള എങ്ങനെയോ
പിള്ള അങ്ങനെ മത്തായി സുവിശേഷം 26:39 എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. മറിയത്തെ പോലെ തന്നെ പുത്രനായ ക്രിസ്തുവും എന്റെ ഇഷ്ടമല്ല എളിമപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ദാസന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, വിനീത ഹൃദയനായിട്ട് പറയുകയാണ്, നിന്റെ ഇഷ്ടം പോലെ. പ്രിയമുള്ളവരെ, അടുത്ത ഭാഗം ഞാനിപ്പോ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. ഒന്ന്. രണ്ടാമത്, പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം. മൂന്നാമത്, പ്രാർത്ഥിക്കുമ്പോൾ നീതി പ്രവർത്തിച്ചിട്ട് പ്രാർത്ഥിക്കണം. നാലാമത്, പ്രാർത്ഥിക്കുമ്പോൾ എളിമയോടുകൂടി, എളിമ എന്ന മനോഭാവത്തിൽ വേണം പ്രാർത്ഥിക്കുവാൻ. മുട്ടുകുത്തി നിന്ന് നടുവ് വളച്ച് സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ ഭയപ്പെട്ടുള്ള പ്രാർത്ഥന സ്വർഗം സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. അഞ്ചാമതായിട്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആവർത്തിച്ചു പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ മക്കളൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കൊന്തയിൽ എന്തിനാ 10 മണി? മാതാവിന് അല്ലെങ്കിൽ ഈശോയ്ക്ക് ചെവി കേട്ടുകൂടെ? 10 പ്രാവശ്യം എന്തിനാ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നേ? അവര് ചിന്തിക്കുന്നത് ലോകത്തിന്റെ ലോജിക്ക് വെച്ചാണ്. ലോകത്തിന്റെ ലോജിക്കല്ല ദൈവത്തിന്റെ ലോജിക്ക്. ലോകത്തിന്റെ യുക്തി അല്ല ദൈവത്തിന്റെ യുക്തി. ലോകത്തിന്റെ യുക്തിയെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ മാസ്മരിക ഭാവം എന്ന് തന്നെ പറയാം. ദാറ്റ് ഈസ് കോൾഡ് മിസ്റ്റിസിസം. അതിലേക്കുള്ള വളർച്ചയാണ് ആവർത്തിച്ചുള്ള പ്രാർത്ഥന. അത് ലോകത്തിന്റെ കണക്ക് കൂട്ടൽ കൊണ്ട് മനസ്സിലുള്ള ഒന്നല്ല. ഫിലിപ്പിലേഖനം 3:13 ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല, അത് വിശ്വാസത്തിൽ ദൃഢതയുണ്ടാക്കും. ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല, അത് വിശ്വാസത്തിൽ ദൃഢതയുണ്ടാക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 14 മുതൽ അങ്ങോട്ട് വായിക്കണം. ഏലീശ വളരെ വ്യക്തമായിട്ട് ഈ ആവർത്തിച്ചുള്ള പ്രാർത്ഥനയെ പറ്റി നിർദ്ദേശം നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. 2 രാജാക്കന്മാർ 5:14 നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. നാമാൻ കുഷ്ഠം വന്നിട്ട് ഏലീശ പറയുന്നു, നീ ജോർദാനിൽ പോയി, അടുത്തുള്ള സ്ഥലത്തല്ല, അങ്ങ് ദൂരെയുള്ള ജോർദാനിലെ കലക്ക വെള്ളത്തിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കണം. അടുത്തുള്ളൊരു നദിയുണ്ട്, ഓരാ. ജോർദാനിൽ പോയി കലക്ക വെള്ളമായ ആ വെള്ളത്തില്, അവിടെ വലിയ വെള്ളമൊന്നുമില്ല, മുട്ടോളേ ഉള്ളൂ, പക്ഷെ അവിടെ പോയി 7 പ്രാവശ്യം മുങ്ങണം. അവിടെ 2 കാര്യങ്ങൾ പ്രസക്തമാണ്. 1 അനുസരണ, 2 7 എന്ന വാക്ക്, 7 എന്ന അക്കം, ആ ഒരു 7 എന്ന അക്കം അതൊരു പൂർണ്ണതയാണ്. അനുസരണയിന്മേൽ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ 7ാമത്തെ പ്രാവശ്യം അവൻ സുഖം പ്രാപിച്ചു എന്നാണ് വചനം പറയുക. പ്രിയമുള്ളവരെ, ആവർത്തിച്ചുള്ള പ്രാർത്ഥന അതൊരു കണക്കാണ്, അതൊരു പൂർണ്ണതയാണ്. 1 രാജാക്കന്മാർ 18:44 കാണുന്നു, ഏലിയ 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു, മഴ പെയ്തു. 2 ദിനവൃത്താന്തം 1:6 നമ്മൾ കാണുന്നു, സോളമൻ 1000 പ്രാവശ്യം ബലിയർപ്പിച്ചു, ദൈവം പ്രത്യക്ഷപ്പെട്ടു. മത്തായി സുവിശേഷം 26:41 നമ്മൾ കാണുന്നു, ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ 3 തവണ ശിഷ്യന്മാരെന്ന് വിളിക്കുന്നുണ്ട്, എടേ ഉറങ്ങാതെ. അതിനുശേഷം മത്തായി പറയുകയാണ് 44-ാം തിരുവചനത്തിൽ, വീണ്ടും അവൻ തിരിച്ചു ചെന്ന് അതേ പ്രാർത്ഥന ആവർത്തിച്ചു എന്ന്. ഈശോയുടെ ജീവിതത്തിൽ പോലും പ്രാർത്ഥനയുടെ ആവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ജപമാല മാസമായ ഈ മാസത്തില് ആവർത്തിച്ചുള്ള ജപമാല മണികൾ അഭിഷേകം ജീവിതത്തിലേക്ക് കൊണ്ടുവരും, ദൈവത്തിന്റെ കൃപകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇനിയുള്ള കാര്യം, പ്രിയമുള്ളവരെ, സമയം ഏതാണ്ട് തീരാറായതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിൽ പോവുകയാണ്. ഇനിയുള്ള കാര്യം പറ്റുന്നവരൊക്കെ അത്യാവശ്യമായിട്ട് എഴുതിയെടുക്കാനായിട്ട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എഴുതിയെടുക്കണം. പ്രത്യേകിച്ച് കുടുംബത്തിലൊരു വലിയ അസ്വസ്ഥത ഉണ്ടാവുമ്പോ, ക്രൈസിസ് മൊമെന്റ്സ് ഉണ്ടാവുമ്പോ, ഒപ്പം തന്നെ പുതിയൊരു ജീവന് ജന്മം കൊടുക്കുവാനായിട്ട് മക്കളൊക്കെ ഒരുങ്ങുമ്പോൾ, അതായത് ഗർഭിണിയാകുമ്പോൾ ഒത്തിരിയേറെ സംരക്ഷണം വേണം, പ്രാർത്ഥന വേണം. ഈ രീതിയിൽ കുടുംബത്തിൽ ഉണ്ടാവേണ്ട പ്രാർത്ഥന എങ്ങനെയാവണം എന്നുള്ളത് ഒരു സിസ്റ്റം, ഒരു സംവിധാനത്തിൽ ഇട്ടിട്ട്
ഞാൻ പറയുകയാണ് നിങ്ങളോട്. അപ്പൊ അത് എഴുതിയെടുക്കുക. ഇത് അഡ്വാൻസ്ഡ് ഫോർമുല ആയിട്ട് കാണുക. കുടുംബത്തിലെ സാധാരണ പ്രാർത്ഥനയല്ല, ഒരു അഡ്വാൻസ്ഡ് ഫോർമുല. എന്റെ കുടുംബത്തിൽ ശക്തമായ നവീകരണം വേണം എന്ന് കുടുംബത്തിൽ എല്ലാവർക്കും തോന്നിക്കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഈ തരത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ വിടുതലുകൾ കുടുംബത്തിൽ ഉണ്ടാകുന്ന കേട്ടുണ്ട്. അല്പം സമയമെടുക്കും. ഇത് അഡ്വാൻസ്ഡ് ഫോർമുല. അതിനുശേഷം ഞാൻ സഭയുടെ പാരമ്പര്യത്തിലുള്ള കുടുംബ പ്രാർത്ഥന എങ്ങനെ വേണം എന്നുള്ളത് ഞാൻ പറയും. ഇത് ഞാൻ പറയാൻ നിർബന്ധിതമാകുന്നതിന് കാരണം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോടാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല, ഈ ഗ്രൂപ്പിനോടാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല, വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് ആയിട്ടുള്ള യുവജനങ്ങൾക്ക് വിവാഹ ഒരുക്ക സെമിനാറിന് പോയിട്ട് ത്രിസന്ധ്യാ ജപം ഏത്, ത്രികാല ജപം നമ്മൾ ചൊല്ലുന്നത് ഏത് എന്ന് ചോദിച്ചിട്ട് ഉത്തരം അറിയാൻ പാടില്ലാത്ത യുവജനങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ എന്താണ് കുടുംബ പ്രാർത്ഥനയുടെ ഓർഡർ എന്നുള്ളത് മക്കള് തിരിച്ചറിയണം. ഒരുപക്ഷെ നമ്മളുടെ അമ്മച്ചിമാരെല്ലാം ഒരുപക്ഷെ നമ്മുടെ അമ്മമാരൊക്കെ വളരെ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഒത്തിരി ഭക്തിയുള്ളവരായിരിക്കാം, ഒത്തിരി കൃപയുള്ളവരായിരിക്കാം. പക്ഷെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച്, സഭയുടെ ചിട്ട അനുസരിച്ചുള്ള ഒരു പ്രാർത്ഥനാ രീതിയുണ്ട്. സഭയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ ചിട്ടയിൽ കുടുംബ പ്രാർത്ഥനകൾ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോർമുല ഞാൻ ആദ്യം നിങ്ങളോട് പങ്കുവെക്കും. അതിനുശേഷം വ്യക്തവും ക്ലിയറുമായിട്ടുള്ള സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ചുള്ള കുടുംബ പ്രാർത്ഥന എങ്ങനെയാകേണ്ടത് എന്ന് ഞാൻ പറയും. കാരണം മിക്ക ഭവനങ്ങളിലും ഇപ്പോൾ കണ്ടുവരുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള കുറെ പ്രാർത്ഥനകൾ ചൊല്ലുക എന്നുള്ളതാണ്. അതിനൊന്നും കൃപയില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അതിനും അപ്പുറത്തേക്ക് എല്ലാ ദൈവമക്കളും സഭയുടെ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകം അത് വളരെ വ്യത്യാസമാണ്. ഒപ്പം തന്നെ അപ്പോ കിട്ടുന്ന ഒരു ആത്മസ്ഥിതിയുടെ ഒരു ഇന്റഗ്രേഷൻ, ഒരു സമഗ്രത, സ്പിരിച്വാലിറ്റി, ആത്മീയതയിലുള്ള ഒരു വളർച്ച, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനും അപ്പുറത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഈ വിശ്വാസവും ജീവിത രീതിയും പ്രാർത്ഥനാ ശൈലിയും ഒക്കെ പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് അതേ രീതിയിൽ ഒരു അതിനേക്കാളും അപ്പുറത്തേക്ക് ഇന്ന് പ്രിൻസ് ബ്രദർ ഷെയർ ചെയ്തതുപോലെ ഈ അഭിഷേകം കൊടുക്കണമെങ്കിൽ കെട്ടുറപ്പുള്ള ഒരു പ്രാർത്ഥനാ സംവിധാനം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. കെട്ടുറപ്പുള്ള പ്രാർത്ഥനാ സംവിധാനം എന്ന് പറയുന്നത് സഭയുടെ പ്രാർത്ഥനകളാണ്, സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളാണ്. നമ്മൾ നേരത്തെ ഏറ്റവും നല്ല ഡെലിവറൻസ് ഫെയർ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയെങ്കിൽ സഭയുടെ കെട്ടുറപ്പിന്റെ പ്രാർത്ഥനയാണത്. അതുപോലെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി പരിശുദ്ധ കത്തോലിക്ക സഭ 2000 വർഷത്തെ പാരമ്പര്യത്തിന്റെയും കെട്ടുറപ്പിന്റെയും അനുഭവത്തിൽ നിന്ന് നേടിയെടുത്ത സഭാപിതാക്കന്മാർ ക്രമീകരിച്ച, നമ്മുടെ പൂർവികർ ക്രമീകരിച്ച പ്രാർത്ഥനാ ശൈലിയുണ്ട്. പരമ്പരാഗതമായി കത്തോലിക്ക സഭാ മക്കൾ ചൊല്ലി വരുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകൾ അതിന്റെ ചിട്ടയ്ക്കനുസരിച്ച് കുടുംബങ്ങളിൽ നിറവേറ്റപ്പെടുമ്പോഴാണ് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വിശുദ്ധിയും വിജ്ഞാനവും വിവേകവും ദൈവവര പ്രസാദവും സാധ്യതമാവുക. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനകളോ ആ ധ്യാന കേന്ദ്രത്തിൽ പോയി ഈ ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടുന്ന് കുറെ പ്രാർത്ഥന കിട്ടി ഇവിടുന്ന് കുറെ പ്രാർത്ഥന കിട്ടി അത് മുഴുവൻ ചൊല്ലി തീർക്കുക, അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സഭയുടെ പ്രാർത്ഥനകൾ അതിന്റെ ഒരു ചിട്ടയുണ്ട്, ആ ചിട്ടയനുസരിച്ച് നമ്മൾ ചെയ്യണം. പ്രിയ ദൈവമക്കളെ, അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോർമുല ഞാനിപ്പോൾ പറയുകയാണ്, പെട്ടെന്ന് എഴുതി വെക്കുക. ഗർഭിണികളായ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുടുംബത്തിന് ഒരു പ്രത്യേക നവീകരണം വേണമെങ്കിൽ ഇത് ചെല്ലുക. ഇത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 33 ദിവസം അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വിടുതലുകൾ ഉണ്ടാവും. ഒന്ന്, അനുതപിച്ചിട്ട് പ്രാർത്ഥിക്കണം. അനുതാപത്തിന് സഹായമായിട്ടുള്ള, കാരണം നമ്മൾ പാപികളാണ്. അപ്പൊ ആദ്യം അനുതാപമാണ് കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. സങ്കീർത്തനം 51, മനസ്താപപ്രകരണം, കുംഭസാരത്തിനുള്ള ജപം, ഇവയൊക്കെയാണ് അനുതാപത്തിന്റെ പ്രാർത്ഥനകൾ. 2, നമ്പർ 8 എഴുതണം. 2, പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ മരിച്ചുപോയവര്, ചിലർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിടുതൽ കിട്ടിയിട്ടില്ല. മരിച്ചു പോയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടുള്ള വിടുതൽ കിട്ടിയിട്ടില്ല.
സാക്രമെന്റ്സ് ഉദാശകൾ സ്വീകരിക്കാതെ മരിച്ചുപോയവര് പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിലേക്ക് പോകാൻ സാധിക്കാതെ കിടക്കുന്ന അവസ്ഥകൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കുടുംബ പ്രാർത്ഥനയിലും നമ്മൾ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 8 വരെ, ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 15 മുതൽ 19 വരെ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 8 വരെ, ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 15 മുതൽ 19 വരെ. മൂന്നാമത്, പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തോട് പ്രാർത്ഥിക്കണം, മാതാവിനോട് പ്രാർത്ഥിക്കണം. ഏതൊക്കെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ പറയുകയാണ്. എത്രയും ദയുള്ള മാതാവി, പരിശുദ്ധ രാജ്ഞി, പരിശുദ്ധ ജപമാല, മറിയത്തിന്റെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലുള്ള മറിയത്തിന്റെ സ്തോത്രഗീതം. നാലാമത്, സഭയുടെ പ്രത്യേക പ്രാർത്ഥനയായ വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോടുള്ള ബന്ധം ഔദ്യോഗികമായി ഊട്ടിയുറപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കണം. അഞ്ചാമത്, വിശുദ്ധ മിഖായേൽ മാലാഖയോട് പ്രാർത്ഥിക്കണം. അന്ധകാര ശക്തികൾ കുടുംബത്തെ തകർക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. മിഖായേലിന്റെ ശക്തമായ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആറാമത്, സകല വിശുദ്ധരും പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഞാനിത് പറയുമ്പോ ഏതെങ്കിലുമൊക്കെ പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് പറയുന്നതല്ല. ഞാൻ കുഞ്ഞുങ്ങൾക്കുള്ള ധ്യാനങ്ങളുടെ സമയത്ത് ഇതേ ഓർഡറിൽ ശക്തമായി പ്രാർത്ഥിച്ചൊരുങ്ങി ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ആ ധ്യാന സമയത്ത് പ്രാർത്ഥിപ്പിക്കുമ്പോൾ കിട്ടുന്ന അഭിഷേകം 1.5 ദിവസം മാത്രമേ ധ്യാനമുള്ളെങ്കിലും 6 ദിവസം അവർ ധ്യാനിച്ചതിന്റെ അഭിഷേകം അവരിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. വ്യക്തമായി സംവിധാനം ചെയ്യപ്പെട്ട് ഒരുക്കപ്പെട്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുമ്പോ ദൈവത്തിന്റെ കൃപ സ്വർഗത്തിൽ നിന്ന് മഹാമാരി പോലെ നിർഗളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സകല വിശുദ്ധരോടുള്ള അൽത്തിനിയാവാം, സകല വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കണം. ആറാമത്തേത്. ഏഴാമത്തേത്, ഭയങ്ങൾ മാറാനായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഗർഭിണികളായ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ ഭയങ്ങൾ മാറാനായിട്ട് പ്രാർത്ഥിക്കണം. ഏശയ്യ 43:1 മുതൽ 7 വരെ, 1 യോഹന്നാൻ 4:18 ഭയങ്ങൾ മാറാനായിട്ട് പ്രാർത്ഥിക്കണം. എട്ടാമത്, അശുദ്ധ ആരൂപിക പുറത്താക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രത്യേകിച്ച് പുരുഷൻ പ്രാർത്ഥനയുടെ സമയത്ത് സാധിക്കുന്നില്ല, പ്രാർത്ഥനയ്ക്ക് വരാൻ സാധിക്കുന്നില്ല, പുറത്ത് നിൽക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ കടയിൽ നിൽക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും, വരാൻ പറ്റാത്ത അവസ്ഥ. സ്ത്രീകളാണെങ്കിൽ കൂടുതലും കൊന്ത കയ്യിലോട്ട് എടുക്കുമ്പോഴേക്കും ഉറക്കം വരുന്നു. ഒരു 10 കിലോ കണ്ണി തൂക്കിയിട്ട പോലെ, കെട്ടിത്തൂക്കിയിട്ടതുപോലെ ഉറക്കം വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അശുദ്ധാരൂപികളെ പുറത്താക്കാനായിട്ട് പ്രാർത്ഥിക്കണം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസത്തോടുകൂടി വിശുദ്ധിയോടുകൂടി വായിക്കണം. അശുദ്ധാരൂപിയെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുറത്താക്കിയാൽ മാത്രം പോരാ, കോട്ട കെട്ടി സുരക്ഷയ്ക്ക് വേണ്ടി. സങ്കീർത്തനം 91, സങ്കീർത്തനം 34 എന്നിവ ചൊല്ലി സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതിനുശേഷം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അശുദ്ധാരൂപിയെ പുറത്താക്കി, വേണ്ടി കോട്ട കെട്ടി, ഇനി അതിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 23. പിന്നീട് പരിശുദ്ധാത്മാവിനോടുള്ള ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ നിങ്ങൾക്കറിയാം, ഇഷ്ടംപോലെ പ്രാർത്ഥനകളുണ്ട്. ഇവയൊക്കെയാണ് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിലും പ്രത്യേകമായ കുടുംബ നവീകരണത്തിനും വേണ്ടി ഇനി സഭാമക്കൾ ഒരുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനി ഞാൻ പെട്ടെന്ന് കിടക്കുന്നത് കുടുംബ പ്രാർത്ഥനയുടെ പാരമ്പര്യത്തിലുള്ള ക്രമമാണ്. സങ്കടമെന്ന് പറയട്ടെ, ഇപ്പോഴും കുടുംബം നയിക്കുന്ന അപ്പനും അമ്മയ്ക്കും ഏതാ ക്രമമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഓരോ ദിവസവും ഓരോ രീതികളാണ്. പല ദിവസങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഇല്ല, ചില ദിവസങ്ങളിൽ ജപമാല ഇല്ല, ചില ദിവസങ്ങളിൽ കരുണക്കം മാത്രം. ഇങ്ങനെയല്ല കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനയുടെ ഒരു പൊതു നിയമം അല്ലെങ്കിൽ പൊതു ഘടന എന്ന് പറയുന്നത് ഞാനിപ്പോൾ വായിക്കുകയാണ്. ഇത് ഔദ്യോഗികമായിട്ടുള്ള കത്തോലിക്ക വിശ്വാസം പ്രായോഗിക അറിവുകൾ എന്നുള്ള ബിഷപ്പുമാരെല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളോട് പറയാണ്. അതുകൊണ്ട് ഞാൻ വായിക്കാം, കാരണം ഇതിൻ്റെ അകത്തെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പൊതുനിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. ഏതൊക്കെ സമയത്ത് ഇരിക്കണം, ഏതൊക്കെ സമയത്ത് മുട്ടുകുത്തണം, ഏതൊക്കെ സമയത്ത് നിൽക്കണം എന്നത് കുടുംബനാഥനാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് കുടുംബനാഥന്മാരോടുള്ള ഒരു പ്രത്യേക
റിക്വസ്റ്റിലാണ്, അപേക്ഷയിലാണ് ആ എല്ലാം ഇരുന്ന് ചൊല്ലിയാൽ മതി എന്നുള്ള തരത്തിൽ അടച്ച് അങ്ങോട്ടൊരു നിയമം പാസാക്കരുത്. തീഷ്ണത ഉണ്ടാകുവാൻ, കൃപയുണ്ടാകുവാൻ, അഭിഷേകം ഉണ്ടാകുവാൻ, നിങ്ങളെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന രീതിയിൽ നേരത്തെ തന്നെ കുടുംബാംഗങ്ങളെ ഓരോന്നും ചുമതലപ്പെടുത്തുക. ഇന്ന സമയത്ത് ഇരിക്കണം, ഇന്ന സമയത്ത് നിൽക്കണം, ഇന്നയാള് ബൈബിൾ വായിക്കണം, ഇന്നയാള് കൊന്ത ചൊല്ലണം, ഇന്ന സമയത്ത് മുട്ടുകുത്തി കൈവച്ച് പ്രാർത്ഥിക്കണം. അത് കുടുംബനാഥൻ ദൈവപ്രേരിതമായി ചെയ്യണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ബോധപൂർവമാണ് വാക്കുകൾ ഉപയോഗിക്കുക. ദൈവപ്രേരിതമായി ചെയ്യണം. ആരാണ് പ്രാർത്ഥനകൾ നയിക്കേണ്ടത്, വിശുദ്ധ ഗ്രന്ഥം വായിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ കൃത്യമായ ധാരണ കുടുംബനാഥൻ നൽകണം. പ്രാർത്ഥനയുടെ സമയത്തുണ്ടാവരുത്. അത് പ്രാർത്ഥനയുടെ കൃപ വ്യത്യാസപ്പെടുത്തും. പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ അത് ഒരുങ്ങണം. ഒന്നാമത്, പരിശുദ്ധാത്മാവിന്റെ ഗാനത്തോടുകൂടിയായിരിക്കണം പ്രാർത്ഥന. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു വേണം പ്രാർത്ഥന തുടങ്ങാനായിട്ട്. കുടുംബ പ്രാർത്ഥന കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച ശേഷം പരിശുദ്ധാത്മാവിന്റെ ഏതെങ്കിലും ഒരു ഗാനത്തോടെ കുടുംബ പ്രാർത്ഥന ആരംഭിക്കാം. രണ്ടാമത്, ഇതേ കാര്യമാണ് ഞാൻ ചോദിച്ചത്. യുവജനങ്ങൾക്കൊന്നും അറിയത്തില്ല. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ മക്കളോട് തന്നെ നിങ്ങൾ ചോദിക്കുക, ത്രികാല ജപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന്. ത്രികാല ജപം, കാലത്തിനനുസരിച്ചുള്ള ത്രികാല ജപമാണ് ചൊല്ലേണ്ടത്. അത് ഞാൻ എന്താണെന്ന് പറയുകയാണ്, കാരണം പല ദൈവമക്കൾക്കും അറിയത്തില്ല. സാധാരണ കാലത്തില് ലത്തീൻ സഭയിലാണെങ്കിൽ ആണ്ടുവട്ടത്തില് എല്ലായിടത്തും എല്ലാ സഭകളിലും സാധാരണ കാലത്തിൽ കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. ഇത് ചൊല്ലിയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. വിശുദ്ധ വാരത്തിൽ വലിയ ബുധനാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെ മിശിഹ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി എന്ന വിശുദ്ധ വാര ത്രിസന്ധ്യാ ജപം ചൊല്ലുന്നു. പെസഹ കാലത്ത്, അതായത് വലിയ ഞായറാഴ്ച തുടങ്ങി പരിശുദ്ധ ത്രിത്വത്തിന്റെ ഞായറാഴ്ച വരെ സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്ന ത്രിസന്ധ്യാ ജപം ചൊല്ലുന്നു. പ്രിയ ദൈവജനമേ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ മക്കളെ ദയവ് ചെയ്ത് ഈ പ്രാർത്ഥനകൾ പഠിപ്പിക്കണം. ഇത് കിട്ടുന്ന പുസ്തകശാലകളുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ പാങ്ങോടുണ്ട്, അല്ലെങ്കിൽ വെള്ളയമ്പലത്ത് പാങ്ങോട് ആശ്രമത്തിലുണ്ട്, അല്ലെങ്കിൽ വെള്ളയമ്പലത്ത് സെയിന്റ് പോൾസിലുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇങ്ങനെ പുസ്തകങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിട്ടാം. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വേദന എടുത്ത് പോയി ആ പുസ്തകങ്ങൾ മേടിച്ച മക്കളെ പഠിപ്പിക്കണം. അവരുടെ പ്രായമൊന്നും നോക്കണ്ട. കാരണം ഒരു തലമുറയുടെ കാരണമാണ്. ഒരു തലമുറ രക്ഷപ്പെടേണ്ട, ഒരു പാരമ്പര്യം തുടർന്നുകൊണ്ട് പോകേണ്ട, കത്തോലിക്ക സഭ വിശ്വാസത്തിന്റെ നട്ടെല്ല് തുടർന്നുകൊണ്ട് പോകേണ്ട, നിവർന്നു നിൽക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇത്. ഇതിനെ ലളിതവൽക്കരിക്കരുത്. മൂന്നാമതായിട്ട്, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 5 സ്വർഗസ്ഥനായ പിതാവേ, 5 നന്മ നിറഞ്ഞ മറിയമേ, 5 ത്രിത്വസ്തുതി, മരിച്ച വിശ്വാസിയുടെ ആത്മാക്കളുടെ പ്രാർത്ഥന. ഇത് പ്രാർത്ഥിക്കണം. അതൊരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു സ്തുതിയും, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളുടെ പ്രാർത്ഥന. അങ്ങനെ 5 പ്രാവശ്യം. നാലാമതായിട്ട്, പരിശുദ്ധ ജപമാല ചൊല്ലണം. ജപമാല ചൊല്ലുന്നതിന്റെ ഓർഡർ നിങ്ങൾക്കറിയാം. ശ്ലീഹന്മാരുടെ വിശ്വാസപ്രമാണം, ദൈവിക പുണ്യങ്ങളുടെ വളർച്ചയ്ക്കുള്ള പ്രാർത്ഥന, 3 നന്മ നിറഞ്ഞ മറിയം എന്നിവ ചൊല്ലിയിട്ട് ഓരോ ദിവസത്തിനനുസരിച്ചുള്ള രഹസ്യങ്ങൾ, ഓരോ രഹസ്യവും ചൊല്ലി, ഒരു സ്വർഗസ്ഥനായ പിതാവേ, 10 നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വസ്തുതി. ഇതൊന്നും നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നുള്ള തരത്തിലല്ല ഞാൻ പറയുന്നത്. അറിയാൻ പാടില്ലാത്തവരുമുണ്ട്. അതുകൊണ്ടാണ് ഓ എന്റെ ഈശോയെ, ഫാത്തിമ സുഹൃദീപം എന്നിവ ചൊല്ലണം. അടുത്തത് ജപമാല സമർപ്പണ പ്രാർത്ഥന, ലുത്തിനിയ എന്നിവയ്ക്ക് ശേഷം സമാപന പ്രാർത്ഥനകൾ. പരിശുദ്ധ രാജ്ഞി, എത്രയും ദൈവ മാതാവേ എന്നീ പ്രാർത്ഥനകൾ അടക്കം ചൊല്ലണം. പല യുവജനത്തിനും ഇത് അറിഞ്ഞുകൂടാ. അതിനുശേഷം കുടുംബ പ്രാർത്ഥനയിൽ 5-ാമതായി പ്രത്യേക പ്രാർത്ഥനകൾ. ഇടവകയിൽ നിന്നോ രൂപതയിൽ നിന്നോ നൽകപ്പെടുന്നതും ആഗോള സഭയുടെ പ്രത്യേക ആഘോഷങ്ങളുടെ അവസരത്തിൽ, അതായത് വിശ്വാസ വർഷം, സമർപ്പണ വർഷം തുടങ്ങിയവ നൽകപ്പെടുന്നതുമായ പ്രാർത്ഥനകൾ ഈ സമയത്ത് ചൊല്ലണം. അടുത്തത് 6-ാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥ വായനയാണ്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും വായനകളാവാം. വളരെ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏത് റീത്തിൽപ്പെട്ട വ്യക്തിയാണോ, മലങ്കര റീത്ത്, സുയാനി റീത്ത്, അല്ലെങ്കിൽ ലത്തീൻ റീത്ത്, അന്നത്തെ പരിശുദ്ധ കുർബാനയ്ക്ക്, ഇന്ന് വൈകുന്നേരമാണെങ്കിൽ നാളത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് വായിക്കപ്പെടുന്ന വായനകൾ തലേ ദിവസം കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിച്ചാൽ ആരാധന ക്രമവത്സരത്തിന്റെ അല്ലെങ്കിൽ കുർബാനയിൽ ഉപയോഗിക്കുന്ന വായനകളുടെ
ഒരു രൂപം നമുക്ക് കിട്ടുകയും അത് വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുകയും ചെയ്യും. അതൊരു വളരെ സമഗ്രമായ വചനത്തിലുള്ളൊരു വളർച്ച, ആത്മീയ വളർച്ച നമുക്ക് സാധ്യതമാകും. അതിനുശേഷം ദൈവമാവിന്റെ സ്തുതിഗീതം, ദ മാഗ്നിഫിക്കാത്ത്, സ്തോത്രഗീതം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവിന്റെ ഗീതം ആലപിക്കുന്നു. അതിനുശേഷം മുട്ടിന്മേൽ നിന്ന് എല്ലാവരും കുരിശു വരയ്ക്കുന്നു. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ടതാണ്, ചിലരത് ലളിതവൽക്കരിക്കും, സ്തുതി ചൊല്ലുന്നു. കൈക്കസ്തൂരി എന്ന് ചില സ്ഥലങ്ങളിൽ അത് പറയും. നമ്മൾ സ്തുതി ചൊല്ലുന്നു. എങ്ങനെയാണ് സ്തുതി ചൊല്ലുന്നത്? ഇത് ലളിതമായിട്ട് ഇതൊന്നും ഇപ്പൊ ആരും പറയാറില്ല, പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യാറുമില്ല പലപ്പോഴും. കാരണം ആന്തരിക സ്വാതന്ത്ര്യം കുടുംബത്തിൽ പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. പക്ഷെ ഇത് ചെയ്യണം, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണ്? നമ്മുടെ മക്കളൊക്കെ ഇത് ചെയ്യണം. മുതിർന്നവർ തുടങ്ങി എല്ലാവർക്കും സ്തുതി കൊടുക്കുന്നു. കുടുംബാംഗങ്ങൾ തങ്ങളുടെ സ്നേഹവും കൂട്ടായ്മയും പ്രകടിപ്പിക്കാൻ മുത്തം നൽകുന്നതും പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. സ്തുതി കൊടുത്ത ശേഷം അപ്പനും അമ്മയ്ക്കും കവിളത്ത് മുത്തം നൽകുമ്പോൾ തിരിച്ച് അപ്പനും അമ്മയും കുഞ്ഞിന്റെ നെറ്റിയില് അല്ലെങ്കിൽ കവിളത്ത് ഒരു മുത്തം നൽകുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുഞ്ഞു പ്രായം തൊട്ട് അപ്പന്റെയും അമ്മയുടെയും മുത്തം അവന് കവിളിൽ കിട്ടിയാൽ അല്ലെങ്കിൽ അവൾക്ക് കവിളിൽ കിട്ടിയാൽ വേറെ ആരുടെയും മുത്തത്തിന് വേണ്ടി അവൻ പോകത്തില്ല. ഒരു ഹഗ് സ്നേഹത്തോടെ അപ്പന്റെയും അമ്മയുടെയും അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആരുടെയും ഹഗ്ഗിന് വേണ്ടി ആ കുട്ടി പോകത്തില്ല. എത്രയോ കുഞ്ഞുങ്ങളെ മുമ്പിൽ വന്ന് കരഞ്ഞിരിക്കുന്നു. അപ്പന്റെ ഒരു തലോടൽ, അമ്മയുടെ ഒരു സ്നേഹത്തോടെയുള്ള ഒരു സംഭാഷണം കിട്ടാതെ വന്ന് കരയുന്ന കുഞ്ഞുങ്ങൾ. നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത് ഈ ഒരു സ്തുതിക്ക് അത്രയും മാനമുണ്ട്. അതിനുശേഷം കിടക്കാൻ പോകുമ്പോൾ അപ്പൻ അല്ലെങ്കിൽ അമ്മ ആണെങ്കിൽ ഏറ്റവും നന്ന് ആ കുഞ്ഞിന്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുക. ആ കുഞ്ഞിന്റെ കിടക്കുന്ന കട്ടിന്മേൽ 4 വശത്തും ഒരു കുരിശ് വരയ്ക്കുക. ഇങ്ങനെ സംരക്ഷണത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തി പ്രാർത്ഥിച്ച് കുടുംബം പുലരുമ്പോൾ സംരക്ഷണ കവചമുള്ള സഭയ്ക്ക് ഐശ്വര്യമായ എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ഈ വരാനിരിക്കുന്ന യുഗങ്ങളിൽ നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ച തീ അഭിഷേകമുള്ള യുവജനങ്ങൾ, തീ അഭിഷേകമുള്ള മക്കളെ നിങ്ങൾക്ക് സഭയ്ക്ക് കോൺട്രിബ്യൂട്ട് സംഭാവന ചെയ്യാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, പ്രത്യേകമായിട്ട് കുടുംബങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഞാൻ സംസാരിച്ചതെങ്കിലും ഒരിക്കൽ കൂടിയുള്ള ഒരു റിവിഷൻ ആയിരുന്നു ഇത്. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മേ, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭയുടെ പാരമ്പര്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, വിശുദ്ധമായ ഹൃദയത്തോടുകൂടി, ക്ഷമിക്കുന്ന ഹൃദയത്തോടുകൂടി, എളിമയുള്ള ഹൃദയത്തോടുകൂടി, ആഴത്തിലുള്ള വിശ്വാസത്തോടുകൂടി നീതി പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപിതാവിന്റെ ശക്തമായ മാധ്യസ്ഥത്തിൽ, ഉണ്ണീശോയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ, പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഔസേപിതാവെ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശക്തമായ വിടുതലും സ്നേഹവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കിപ്പോൾ കുടുംബങ്ങൾക്ക്, നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾ ജോലി സ്ഥലത്താണോ അല്ലെങ്കിൽ കുടുംബത്തിലാണോ, നിങ്ങൾക്ക് കുടുംബങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിടുതൽ ഈ നിമിഷം ഈശോ വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധ ഔസേപിതാവ് വാഗ്ദാനം ചെയ്യുന്നു. ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ കുരിശിന്റെ മുദ്രണവും തിരുരക്തത്തിന്റെ പ്രത്യേക സംരക്ഷണവും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അധികാരത്തിന് കീഴിലുള്ള മുദ്രണവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയ ദൈവജനമേ, ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, സമയമില്ലാത്തത് കൊണ്ട്. നമ്മള് കുടുംബ പ്രാർത്ഥന ഞാൻ ഈ പറഞ്ഞതുപോലെ ആവർത്തിച്ച് നിങ്ങളുടെ ജീവിതകാലം ചെയ്തു കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ പ്രാർത്ഥനയുടെ സമയം കഴിയുമ്പോൾ, ഈ കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ സമയം കഴിയുമ്പോൾ നിയമാവർത്തനം 28 അധ്യായം ആദ്യ ഭാഗം വായിക്കുക. നിയമാവർത്തനം 28 ആദ്യ ഭാഗം നിന്റെ കുടുംബത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു വായിക്കുക. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ശംശിയായി സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി നന്ദി അച്ഛാ, ഒത്തിരി നന്ദി. പ്രത്യേകം പ്രിയപ്പെട്ടവരെ പ്രിൻസസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛനാണ്. പ്രത്യേകമായിട്ട് കേരളത്തില് ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷന്റെ പ്രത്യേകമായിട്ടുള്ള ആത്മീയ ശുശ്രൂഷയുടെ ഡയറക്ടറാണ് അച്ഛൻ. അതുപോലെ തന്നെ നമ്മുടെ ഡിവിന മിസ്റ്റിക്കോർദിയ മിനിസ്ട്രിയുടെ യൂത്ത് മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് അച്ഛൻ കഴിഞ്ഞ ഒക്ടോബർ 5 വിശുദ്ധ ഫൗസ്റ്റീന്റെ തിരുനാൾ മുതൽ അഫീന്റെ പിതാവ് പ്രത്യേകമായ ആത്മീയ ഉത്തരവാദിത്തം കൈമാറി അച്ഛൻ അത് ചെയ്യുന്നുണ്ട്. അതേ യൂത്ത് മിനിസ്ട്രിയിൽ അംഗമാകാനുള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് അതിന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അച്ഛന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രത്യേകം അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധി അമ്മയുടെ വിമലത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മ മാതാവേ, അമ്മ കൂടുതൽ കൃപയോടും ശക്തിയോടും അച്ഛന്റെ ശുശ്രൂഷകളെ കൂടുതൽ കൃപയാർന്ന അനേകം മക്കളെ ഹൃദയങ്ങൾക്ക് അഭിഷേകവും കൃപയും ശക്തിയുമായി നയിക്കുവാൻ അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണേ. വൈദികരുടെ മധ്യസ്ഥയും രാജ്ഞിയുമായ പരിശുദ്ധി അമ്മയെ പ്രാർത്ഥിക്കണമെന്ന അപേക്ഷ നമുക്ക് മൈക്ക് തുറന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ സ്ഥലത്ത് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുശ്രൂഷകളിൽ കർത്താവിന്റെ ആത്മീയ ആഴമായ ചിന്തകൾ കർത്താവേ, ഈ വചനത്തിന്റെ ആഴങ്ങളിൽ കർത്താവേ